ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. IT പരീക്ഷയിൽ A+ ലഭിക്കാൻ കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടണം? ഇത് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ മറുപടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് മുൻപേ ഓപ്പൺ ഔട്ടിൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്, എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ്, പരീക്ഷ അപ്ഡേറ്റ്സ് കിട്ടാൻ ഓപ്പൺ ഔട്ടിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഓപ്പൺ ഔട്ട് എഡ്യൂക്കേഷൻ എന്ന പേജ്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരുപാട് വിവരങ്ങൾ ആ പേജിലൂടെയും കിട്ടും. ഓക്കെ, സോ IT A+ നേടാൻ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് വേണം എന്നാണ്. ഇത് IT ആണ് എന്ന് കരുതി മറ്റ് സബ്ജക്റ്റുമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. മറ്റേതൊരു സബ്ജക്റ്റിലുള്ള പോലെയും, അതായത് ഞാൻ പറയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, SS ഒഴികെ, അതൊക്കെ 80 മാർക്കിൻ്റെ എക്സാമാണ്. അതല്ലാതെയുള്ള ബാക്കി സബ്ജക്ട്സ് ഉണ്ടല്ലോ 40 മാർക്കിൻ്റെ, ആ പരീക്ഷകളൊക്കെ ഉള്ള പോലെ തന്നെ ടോട്ടൽ 50-ൽ 40 + 10 എന്നാണ്. 10 C ആണല്ലോ. അങ്ങനെ 50-ൽ നിങ്ങൾക്ക് 45-ലധികം മാർക്ക് കിട്ടുമ്പോഴാണ് A+ ലഭിക്കുക. IT കാര്യം പറയുകയാണെങ്കിൽ IT 28 മാർക്ക് പ്രാക്ടിക്കലിനും 10 മാർക്ക് തിയറിക്കും 2 മാർക്ക് വർക്ക്ഷീറ്റിനും ബാക്കി 10 മാർക്ക് സിക്കുമാണ്. അതിൽ C മാർക്ക് ആ 10 നിങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കുക. 2 മാർക്ക് വർക്ക്ഷീറ്റിനും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അതിൽ കുറയാൻ സാധ്യതയൊന്നുമില്ല. ആ 12 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 33 മാർക്ക് കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും നേടേണ്ടതുണ്ട്. 33 മാർക്ക് കൂടെ നിങ്ങൾ നേടണം. ആ 33 മാർക്ക് നേടേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രാക്ടിക്കലിനും തിയറിക്കും കൂടി 33 മാർക്ക്. ആകെ പ്രാക്ടിക്കലും തിയറിക്കും കൂടി 38 മാർക്കേ കിട്ടും. ആ 38-ൽ 33 നിങ്ങൾ നേടിയിരിക്കണം. അതിനേക്കാൾ കുറഞ്ഞാൽ ആ A+ നിങ്ങൾക്ക് നഷ്ടമാകും. IT ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. മറ്റെല്ലാ സബ്ജക്റ്റും പോലെ തന്നെയാണ് IT സബ്ജക്റ്റും. ഓക്കെ, താങ്ക് യു.